എന്താപ്പത് ഒരു കിളിനാദം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ എന്നുള്ളൊരു ഡയലോഗ് കേൾക്കാത്ത എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ. ഈ കിളിനാദവും പച്ചപ്പും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലേനു ഞാൻ. കാരണം ഇതിൻ്റെ ഡെലിവറിയാണ് ഗൈസ്. അപ്പോൾ ആ ടെൻഷനിലൊക്കെ ആയിരുന്നു ഈ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. തുമ്പമ്മ രാവിലെ എണീറ്റ് നല്ലോണം കാഴ്ചയൊക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അപ്പം തലേന്ന് രാത്രി നന്നായി ഉറങ്ങിയോന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി എന്ന് പറയാം. അങ്ങനെ ഇതാ ഞാനിവിടെ കിടക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ആരൊക്കെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. കുറേ വൈശാട്ടനും പിന്നെ അശ്വനിയും ശ്രീകുട്ടൻ്റെ നോനും അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തു വെച്ച വീഡിയോസാണ്. അല്ലോട്ട് നല്ല ഉറക്കാണ്, അവൻ എണീറ്റിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ റൂമിൽ നിന്ന് എടുക്കണ മീൻസ് വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് സൗണ്ടിൽ നല്ലൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം കേൾക്കണ എനിക്ക് തന്നെ ഇതിൻ്റെ സൗണ്ടാണോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ മല്ലിയ, നിങ്ങൾ സഹിച്ചാൽ പറ്റൂ. അമ്മ വേഗം വേഗം പണികളൊക്കെ തീർത്തിക്കാണ് കേട്ടോ. തുമ്പമ്മേനെ കുളിപ്പിച്ചൊക്കെ ക്രീമൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ അവിടെ പല്ല് തേക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇതൊക്കെ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ്. ഞാൻ അവിടെ ഇരിക്കണ ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ വേറെ എവിടെയോ ആണെന്ന് പറയില്ലേ, അതുപോലെയാണ് അവസ്ഥ. അങ്ങനെ ഓളതാ മെല്ലെ അമ്മേൻ്റെ ഫോണൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ച് എന്നെ തന്നെ നോക്കുകയാണ് കേസ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്ത് കോലത്തിലാന്നുള്ളത് അറിയില്ലല്ലോ. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോഴത്തേക്ക് ഇത് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തും. കാരണം എനിക്ക് 9-9:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എന്നെ സർജറി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8:30 ആകുമ്പം എന്നെ അവിടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വേഗം വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വേഗം വന്ന പാടും അല്ലുവിനും തുമ്പിക്കും രാവിലെ തന്നെ അവിടുന്ന് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതാണ് കേട്ടോ കൊടുക്കുന്നത്. അച്ഛൻ ഇപ്പോഴും ഇതാ ആ ചില്ലിൻ്റെ അവിടെ പോയി നിന്നിട്ട് കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഓ, എല്ലാവരും ആസ്വദിക്കുന്നു, ഞാൻ മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേത് അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഹെയ്സു, കല്യാണി, അശ്വനിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എല്ലാവരും കാണുന്നതനുസരിച്ച് എനിക്കിങ്ങനെ അയ്യോ എല്ലാവരും വരുന്നല്ലോ, അയ്യോ എനിക്ക് പോകാൻ സമയമായല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അശ്വരീനെ കുറച്ച് ദിവസമായില്ലേ ഞങ്ങൾ മര്യാദയ്ക്ക് കണ്ടിട്ട്. കുട്ടി ഒരു വലിയ കല്യാണമൊക്കെ കൂടി വരും. ഓളെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടേനു. അങ്ങനെ അപ്പോൾ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് എന്ന് വെച്ചാൽ കുട്ടീനെ റിസീവ് ചെയ്യാൻ വേണ്ടി മൈലാഞ്ചി ഇട്ട് ചെറിയമ്മ വന്നതാണെന്നൊക്കെയാണ് കുട്ടി പറയണത് കേട്ടോ. വൈശാഖേട്ടത്താൻ വന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അമ്മ കുളിക്കുക എങ്ങനെ തോന്നുന്നു റീനമ്മ. അങ്ങനെ ഇതാ ഇവിടുത്തെ കാഴ്ച, ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷെ അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന് മാത്രം. ഓക്കെ, വൈശാഖേട്ടൻ അവിടെ വന്ന് കിടക്കണം. എന്തറിയേട്ടൻ നന്നായി നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ ഭാര്യയുടെ പ്രസവം കൂടാൻ വരുന്നത്. അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവുമല്ലോ മൂപ്പർക്ക്. ഓരോ കാര്യത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളം കുടിക്കാൻ ഇങ്ങനെ മറന്നു പോകും. ഏട്ടൻ വെള്ളം കുടിച്ചില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കിടത്താണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ മുടിയൊക്കെ കെട്ടുന്നുണ്ട്. ഈ വെള്ളം ഇടുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. പക്ഷേ ഒരു നിവൃത്തിയില്ല, നമ്മൾ ഇട്ടല്ലേ പറ്റൂ. അങ്ങനെ വെള്ളയൊക്കെ ഇട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഈ പേടി ഇല്ലാത്തവനും പേടി ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടില്ലേ, ആ അവസ്ഥയാണ്. കാരണം ഈ വെള്ളമൊക്കെ ഇട്ട് കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു പേടിയാവും ഇല്ലേ. എനിക്കുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറ്റണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈക്ക് എല്ലാവരും ഈ വെള്ളയൊക്കെ ഇട്ട് നോക്കൊന്ന് മാറ്റണം. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ബേസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമുക്ക് ഈ ഷോ എന്നാണ് പറയുക. ഡെലിവറീൻ്റെ ഫസ്റ്റ് ഒരു ഫ്ലൂയിഡും പിന്നെ ബ്ലഡൊക്കെ മിക്സ് ആയിട്ടൊരു എന്താ പറയുക സെക്രീഷൻ വരുമല്ലോ. അത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ അറിയാം, എല്ലാം അറിയുമെങ്കിലും നമുക്ക് അഭിപ്രായം പറയാലോ. അങ്ങനെ അപ്പോൾ ഞാൻ തുമ്പിമോക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോകുന്നതിന് മുമ്പേ തുമ്പീനെ ഞാൻ സുന്ദരിയൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ നിർത്തുക. അവൾക്ക് പുതിയ ഡ്രസ്സ്, അല്ലുവിനും തുമ്പിക്കും പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ബേബിനെ റിസീവ് ചെയ്യാൻ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാം ഇപ്പോഴേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സർജറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവരതൊക്കെ അലമ്പാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുമ്പീൻ്റെ മുടി കെട്ടി കൊടുക്കേണ്ടത് ഇതാണ്, ഈ റിബ് വെച്ചിട്ടാണ് കെട്ടേണ്ടത്, പിന്നെ ഇതാണ് ഡ്രസ്സ്, ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ വൈശാഖേട്ടനോട് ഈ ഡ്രസ്സ് ഇടണം, ഇങ്ങനെ എല്ലാവർക്കും ഉള്ള എന്താ പറയുക ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോണത്. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മളുണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രശ്നം ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഒക്കേഷൻ, ഇപ്പോൾ നമ്മുടെ കല്യാണം ആയിക്കോട്ടെ, അപ്പോൾ കല്യാണം റിലേറ്റഡ് റീൽസ് ആയിരിക്കും കാണുക. ഇപ്പോൾ ഞാൻ ഡെലിവറിക്ക് പോകുന്നുണ്ടാന്ന് തോന്നുന്നു, ഞാനെനിക്ക് ഡെലിവറി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ സിസേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ന്യൂസുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലാണെങ്കിൽ കൂടുതലും ഓരോ മരണങ്ങളും അതും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു പേടി എനിക്ക് ഭയങ്കര ടെൻഷൻ മാറ്റി, ഞങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതോടെ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ സോഫേൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്നത് ശ്രീകുട്ടനാണ് കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓൻ എനിക്ക് ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരാറ്. അപ്പോൾ നാട്ടിൽ വന്നപ്പം ബേബിനെ റിസീവ് ചെയ്യുന്ന വീഡിയോ ഞാനൊക്കെ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മൾ പോകാനായുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് വന്നു, എന്തൊക്കെയോ സൈൻ ചെയ്യാനുണ്ട്. നമ്മൾ പ്രസവം നിർത്തുകയാണല്ലോ, നിർത്തുമ്പോൾ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ ഫോർമാലിറ്റീസൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. സൈൻ ഇട്ടു, ഞാനും വൈശാഖനൊക്കെ സൈൻ ഇട്ടു. ഞങ്ങൾ പ്രസവം നിർത്തുകയാണ്, ഇനി വയ്യ,
എനിക്കാവതില്ല ഗൈസ്, അതുകൊണ്ട് മാത്രം. ഓക്കെ. അയ്യോ, അങ്ങനെ ഞാൻ പ്രസവം നിർത്താനുള്ളതൊക്കെ എഴുതി കൊടുത്ത് മുണ്ടഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി കയറ്റുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോഴും അഴിഞ്ഞു പോകാമെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ പോവുകയാണ്, ഞാൻ പോയി പ്രസവിച്ച് വരാം ഗൈസ്. എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് കറക്റ്റ് തന്നെ ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ വന്നത് കേട്ടോ. അപ്പോൾ ഉഷമ്മ കഴിച്ച് കഴിഞ്ഞുകൊണ്ട് ഉഷമ്മയും വൈശാഖേട്ടനും അശ്വിനിയൊക്കെ എൻ്റെ കൂടെ വന്നത്. അമ്മയും അച്ഛനും, അതായത് പിന്നെ റീനമ്മയും പാച്ചനും ഒക്കെ ഫുഡ് കഴിക്കാറുണ്ട്. അവരോട് ഇപ്പോൾ വേണ്ടെന്ന് ഇവർ വന്നോട്ടെ, കാരണം എന്തായാലും ഊട്ടിനുള്ളിൽ ആരും കേട്ടില്ലല്ലോ. അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടോ. എനിക്ക് അല്ലുവിനും തുമ്പിക്കും ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ അയ്യോ ഞാൻ എൻ്റെ കുട്ടികളെ ഇനി കാണൂല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലിട്ടോ ഭയങ്കര ടെൻഷൻ. വെച്ചാൽ എനിക്കറിയില്ല ഞാൻ എത്ര ഭയങ്കര ചൈൽഡിഷ് ആണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പിന്നെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട്, അയ്യേ ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചതെന്ന്. പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ മക്കളെ ഇനി കാണില്ലേ, അയ്യോ എൻ്റെ മക്കൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾക്ക് ആരാണ്ടാവുക, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ടെൻഷനായിരുന്നു ആ സമയത്ത്. നമ്മളെ മൈൻഡ് എന്താ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലൂടെ എന്താ ഓടുന്നതെന്നൊന്നും പറഞ്ഞ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഞാനിത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. നമ്മൾ 7th ഫ്ലോറിലായിരുന്നു. 2nd ഫ്ലോറിലാണ് ഇതുള്ളത്, എന്താണ് ഇഷ്യൂ ഒന്നും പറയാനില്ല, ലേബർ റൂം ഉള്ളത് കേട്ടോ. ഓട്ടി അങ്ങനെ നമ്മൾ പോവാണ് കണ്ടോ. അയ്യോ കക്കന്ത് എൻ്റെ ടെൻഷൻ എനിക്കല്ലേ അറിയുള്ളൂ. ദൈവമേ, അമ്മയൊക്കെ ചിരിച്ച് സന്തോഷത്തിൽ എന്നെ വിടുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ് ഗൈസ്. പോട്ടെ ഞാൻ അപ്പോഴാണ് അവിടുന്ന് പറയുന്നത് ഒരാളുള്ളിൽ കയറണമെന്ന്. അപ്പോൾ ഉഷമ്മ കയറി കേട്ടോ. അങ്ങനെ ഞാനും ഉഷമ്മയും കൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരു ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് നമുക്ക് ഈ വൈറ്റ് ഡ്രസ്സ് മാറ്റി ഒരു ഗൗണ് തന്നു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ കയറിയപ്പോഴാണ് ഞാൻ എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് കാണുന്നതാണ്. അങ്ങനെ ഏട്ടനുള്ളിലേക്ക് വന്നു. അങ്ങനെ ഏട്ടനെയും കൂടെ കണ്ടു. എനിക്കെന്തൊരു ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ എന്താ പറയുക അരങ്ങത്തില്ലല്ലോ, പിന്നെ ഇവരുടെ പാടായി. കാരണം നമ്മളെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ആരും ഇരിക്കാൻ പറ്റത്തില്ല. പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യും, അപ്പോൾ വരാനേ പറ്റത്തുള്ളൂ. സോ പിന്നെ ഇവരുടെ വിഹാര കേന്ദ്രം നമ്മുടെ റൂമിലായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാവരും ഓരോ സ്ഥലത്ത് ഓരോരുത്തർ എന്തൊക്കെയോ ചെയ്യുന്നു. അല്ലും തുമ്പിയും ഹെയ്സു, കല്യാണി, അച്ഛൻ, അമ്മ, റീനമ്മ, അത് എല്ലാവരും ഉണ്ട്. അശ്വിനിയാണ് ഈ ക്യാമറയുടെ പിന്നിൽ കേട്ടോ. അങ്ങനെ എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഫോണിൽ കുത്തി കളിക്കുക. മരുമകൾ ആടെ പ്രസവത്തിനായപ്പോൾ ഒരു ടെൻഷനും ഇല്ലല്ലോ മനുഷ്യന്. അങ്ങനെ പിന്നെ അല്ലും തുമ്പിയതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, പിന്നെ കല്യാണി മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്, ഒക്കെ സെറ്റാക്കി. എല്ലാവരും ഭയങ്കര സെറ്റായി നിൽക്കുകയാണ് ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആക്ച്വലി ആ സമയമൊക്കെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അതായത് എല്ലാവർക്കും ഈ അനസ്തേഷ്യ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം ഉണ്ടാവില്ല എന്ന് കേൾക്കില്ലേ, പക്ഷെ ഞാൻ അങ്ങനെയേ അല്ലായിരുന്നു. ഞാൻ ഭയങ്കര എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറയണതും ഒക്കെ എല്ലാം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ സിസേറിയനൊക്കെ കഴിഞ്ഞു. പിന്നെ ഡോക്ടർ ഇങ്ങനെ ദൃശ്യ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പറച്ചിൽ ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ആൺകുട്ടിയാണെന്ന് കേട്ടപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് വൈശാഖേട്ടൻ്റെയും അല്ലുവിൻ്റെയും മുഖമാണ്. കാരണം ഫസ്റ്റ് തൊട്ടിട്ട് ആൺകുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വൈശാഖേട്ടനും അല്ലുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയച്ഛനും വന്നിട്ടുണ്ട്. ആക്ച്വലി പാവണ്ട് ഉണ്ണിയച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് കേട്ടോ. ഉണ്ണിയച്ഛൻ ഈ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ എന്തോ ഒരു മീറ്റിങ്ങോ എന്തോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം തിരുവനന്തപുരത്തായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വരികയാണ് ഈ ഒരു കാര്യത്തിനായിട്ട് കേട്ടോ അവിടേക്ക്. അങ്ങനെ ഉണ്ണിയച്ഛനും വന്നു. അങ്ങനെ എല്ലാവരും എത്തി. ഇനി ബേബീനെ റിസീവ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ണിയച്ഛൻ നമ്മൾ കമ്പനി മുക്കിലെ വീടില്ലേ അവിടേക്ക് വന്നു. പിന്നെ അവിടുന്ന് വൈശാഖിൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ബൈക്കൊക്കെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത് കേട്ടോ. അപ്പോൾ ഉണ്ണിയച്ഛനെ കണ്ടപാട് ഇതായാലും ഓടിപ്പോയിട്ടുണ്ട്, എന്താ പറയുക, സ്നേഹം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ അവിടെ വേദന അനുഭവിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗാഡ്. അങ്ങനെ വേദന അനുഭവിക്കാൻ നമുക്ക് വേദന അറിയില്ലല്ലോ. എനിക്ക് മെയിനായിട്ട് ഈ സിസേറിയൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടായിരുന്നത് ഈ പിന്നെ എന്താ പറയുക യൂറിൻ ട്യൂബ് ഇടുന്നത്, പിന്നെ ബാക്കിൽ മറ്റേ അനസ്തേഷ്യയ്ക്ക് വെക്കുന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ. എല്ലാവരും വളരെ മറ്റുള്ളവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊരു കാര്യമാണ് വളച്ചു കുത്തുന്നത് ഭയങ്കര പെയിൻ. പക്ഷേ സത്യമായിട്ടും എനിക്കത് അത്ര വലിയൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ഈ ക്യാനിലിടുന്നതും യൂറിന് ട്യൂബ് ഇടുന്നതും അതൊക്കെയാണ് എനിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ നോർമൽ ഡെലിവറി പോലെയല്ലല്ലോ. സിസേറിയൻ എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക, അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമുക്ക് ഓവർ ടെൻഷൻ്റെ കാര്യം ആവശ്യമില്ല. അതായത് അയ്യോ ഞാൻ അങ്ങനെ വേദന അനുഭവിക്കുക, എക്സ്ക്യൂസ് ചെയ്തിട്ടായിരിക്കും ബേബി വരിക, അങ്ങനത്തെ കാര്യങ്ങൾ ടെൻഷനില്ല. ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഒരുപാട് അനുഭവിക്കണം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സോ നോർമൽ ഡെലിവറി, വെജൈനൽ ഡെലിവറി വേണോ LSCS അതായത് സിസേറിയൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടും രണ്ട് രീതിയിലാണ്. ആ ഡെലിവറീൻ്റെ ആ ഒരു മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് സിസേറിയനാണ്. ആൻഡ് ആഫ്റ്റർ ഡെലിവറി നമ്മൾ അനുഭവിക്കേണ്ടി വരും. മറ്റത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് അനുഭവിച്ചാലും ആഫ്റ്റർ ഡെലിവറി നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ പറ്റുന്നത് വെജൈനൽ ഡെലിവറിയാണ്. ഓക്കെ, അങ്ങനെ ഹേസുമൊട്ടനെ ഇപ്പോഴാണ് ഉണ്ണിച്ചൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടനമാണിത്. അങ്ങനെ എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു. ആരും മൊത്തം ഞാനൊരു ടെൻഷൻ കാണുന്നില്ല, ദൈവമേ എൻ്റെ കെട്ടിയവനാണ് എവിടെയാണെങ്കിൽ ഞാൻ കാണുന്നുമില്ല. എന്തായാലും എല്ലാവരും റൂമിലിരുന്ന് എല്ലാ അശ്വിനും എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് കാര്യം. ഓക്കെ, എല്ലാം അശ്വിനും എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് അമ്മ ഈ വെള്ളം കൊണ്ടൊക്കെ പിടിച്ച് അടിക്കാൻ നിൽക്കണാവോ, ഇതൊക്കെ ഞാൻ എന്താ പറയേണ്ടത് നിൽക്കില്ല. എൻ്റെ കെട്ടിന് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ടെൻഷൻ കൊണ്ടാണോ ഇനി വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടാണോ എന്നാണ് ഇവിടെ. പാവം, അതിന് ടെൻഷൻ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആക്ച്വലി നമ്മൾ ഉണ്ടാവുന്നൊരു സീൻ നമുക്ക് വിശകലനം ചെയ്യാൻ എളുപ്പമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ബിക്കോസ് ഈ സീനിലെവിടെ ഞാനില്ല. ഇതുകൊണ്ട് എനിക്കിതിലധികം പറയാനുള്ളൊരു വോയിസ് ഇല്ല. അമ്പടി വീരി സണ്ണിക്കുട്ടി, ഞാൻ അവിടെ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഇവിടെ ഇതൊക്കെയായിരുന്നല്ലേ പരിപാടി. എല്ലാം അശ്വിനി ഒപ്പി വെച്ചിട്ടുണ്ട്. ഈ ഷർട്ട് ഇടണം, ഈ മുണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ച് നിർത്തിയതാണ് കേട്ടോ ഏട്ടനെ. ഈ ഷർട്ട് ഞാൻ ആനിവേഴ്സറിക്ക് ഏട്ടനെ എടുത്തു കൊടുത്താൽ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ അല്ലുവിൻ്റെയും തുമ്പീൻ്റെയും ഡ്രസ്സും വൈശാഖേട്ടൻ്റെ ഡ്രസ്സും ഒക്കെ സെറ്റാക്കി അവർ ബേബിനെ റിസീവ് ചെയ്യുമ്പം എന്തായാലും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ സെറ്റ് ചെയ്തു. എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രസവിക്കാൻ പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഒരു കാര്യം നടന്നത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ സിസേറിയൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നല്ല കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കാര്യം കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ബേബീനെ റിസീവ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോസ് ഇടാനോ ഒന്നും പറ്റാതിരുന്നത്. ഞങ്ങളുടെ ആരുടെയും മാനസികാവസ്ഥയാണെങ്കിലും ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. ബട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ എന്തായാലും അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ബേബീനെ റിസീവ് ചെയ്യുക, എന്നെ കാണുക, എന്താ ബേബി എന്നറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടിരുന്നൊരു മൊമെൻറ്റാണ് ഇതെല്ലാം, എനിക്കറിയാം. പക്ഷേ ഇവിടെ എനിക്ക് എല്ലാ ചിരിക്കുന്ന മുഖങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വോയിസ് എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നില്ല. അപ്പം അത് മീൻസ് ആ ഒരു കാര്യം ഇതിൽ പറയേണ്ടതല്ല. ഞാൻ അല്ലാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. പക്ഷേ ഈ ചിരിക്കുന്ന ഫേസസിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നാത്തത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടുപ്പിച്ചു വാവ. പിന്നെ വാവേനെ ആർക്കും പെട്ടെന്ന് പോയിട്ട് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുമായിട്ട് ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കാൻ പറ്റിയില്ല. ഇത് എന്താണ് ഉണ്ടായതെന്ന് എല്ലാവരുടെ അടുത്തും വന്ന് പറയാനും എനിക്ക് പറ്റിയില്ല. അതൊക്കെ ഒരു റീസൺ കൊണ്ടാണ്. ബേബീനെ ഇവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ ഡയറക്റ്റ് പോയത് NICUവിലേക്കാണ്. ഡെലിവറി കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബേബീനെ കണ്ടതാണ്. ബേബിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ബേബി ഫുള്ളി ആക്റ്റീവായിട്ടുള്ളൊരു ബേബി തന്നെയായിരുന്നു പുറത്ത് വന്നപ്പം. പക്ഷെ പെട്ടെന്നാണ് കുട്ടിക്ക് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ട് പെട്ടെന്ന് NICUവിലേക്ക് മാറ്റേണ്ടി വന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയും. അപ്പോൾ NICUവിലേക്ക് മാറ്റേണ്ടി വന്ന് ഇവർ ഇപ്പം ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തിൽ ഓടുകയാണ്. താഴെ നമ്മളെ ലേബർ റൂമിൻ്റെ അവിടേക്ക് വരികയാണ് കേട്ടോ ഇവർ ആക്ച്വലി. പക്ഷേ എന്താ പറയുക, ഇവർക്ക് ആർക്കും കാണാൻ പറ്റിയില്ല ബേബീനെ. ഞാൻ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ പാടും ജസ്റ്റ് ഒന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. വൈശാഖേട്ടൻ NICUന്ന് ജസ്റ്റ് ഒരു നോട്ടം കണ്ടു. അതല്ലാതെ ഇവർക്ക് ആർക്കും ബേബീനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനധികം പറയണു, എന്ത് ബേബിയാണെന്ന് പോലും ഞാൻ പറയുമ്പോഴാണ് ഇവരറിയണത്. ഇവർ പറയുമ്പോഴാണ് കുട്ടി NICUവിലാണെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളടുത്ത് ആരടുത്ത് എനിക്ക് കുറേ പേരെ കമൻറ്റ് ചെയ്യാൻ കണ്ടു, എന്താ വീഡിയോ ഇടാത്തത്, എന്താ ഞങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യാഞ്ഞെന്നൊക്കെ. പക്ഷേ ഇതായിരുന്നു എല്ലാവരുടെയും സിറ്റുവേഷൻ. ഇതിൻ്റെ ആക്ച്വലി എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ എന്തായാലും ഓഫ് കോഴ്സ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളടുത്ത് പറയാം. ഇതിൽ പറഞ്ഞാൽ എന്നുവെച്ചാൽ എനിക്ക് ഇവരുടെ ഫേസ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ബേബിനെ കാണാൻ വേണ്ടി പുറത്ത് കാര്യമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്നെ സിസേറിയൻ കഴിഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോവാണ്, എവിടേക്ക് ICUവിലേക്ക്. അപ്പോൾ ഇവർ ഇപ്പോഴാണ് ഇന്നെ കാണുന്നത്. അപ്പോഴാണ് ഇവർ കുഞ്ഞുവാവേൻ്റെ കാര്യം അറിയണതും, അതായത് എന്ത് കുട്ടിയാണെന്ന് അറിയണതും, ഞാൻ വാവ NICUവിലാണെന്ന് അറിയുന്നതും.
അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളായിട്ട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പം ബേബി ഓക്കെയാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയും. നിങ്ങളിപ്പോൾ കേട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. കാരണം ഞാൻ ഇവരുടെ അടുത്ത് പറയുകയാണ്, അല്ലൂസ നീ ഹാപ്പി ആയില്ലേ, ബേബീനെ കണ്ടില്ലേ എന്ന് ഞാൻ പറയുമ്പോഴാണ് ആക്ച്വലി ഇവരറിയുന്നത് ഓക്കെ ഇത് ബോയ് ബേബിയാണ് എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളപ്പോൾ കുട്ടീനെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് കുട്ടി ഇവിടെ കിട്ടിയിട്ടില്ല, NICU-ലാണെന്ന്. അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയണത്. സോ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അല്ലൂരിനും തുമ്പിനും NICU-ൻ്റെ പടി ഇതുവരെ കണ്ടിട്ടില്ല മക്കൾ. മീൻസ് സിസേറിയൻ ഞാൻ സിസേറിയൻ കഴിഞ്ഞുകൊണ്ട് ഒരു ദിവസം NICU-ൽ ഒരു കാരണമില്ലാതെ കുഞ്ഞിന് തുമ്പിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളതല്ലാതെ അവരുടേതായ ഒരു റീസൺ കൊണ്ട് NICU-ൽ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല രണ്ടുപേർക്കും. സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഇത്. പക്ഷേ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും ടെൻഷൻ അടിച്ചിട്ട് ആ ദിവസങ്ങൾ ആക്ച്വലി വൈശാഖേട്ടനാണേലും നമ്മളെല്ലാവരും അത്രയും ടെൻഷൻ അടിച്ച് പോയൊരു ദിവസങ്ങളാണ്. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഞാൻ പേര് പറയാട്ടോ. ഇപ്പം എൻ്റെ ഇവരിപ്പോഴാണ് കാണുന്നത്. സർപ്രൈസ് നല്ലോൻ്റെതാ ഞങ്ങൾ മനസ്സിലായി മോന അപ്പുറത്താ നമ്മൾ കൊണ്ടുവരും അവിടെ കാണിക്കട്ടോ കൊണ്ടോട്ടെ ഇങ്ങനെ ഓ അമ്മയുടെ പൊന്നെ പണ്ടെല്ലാവരും പറയില്ലേ നമുക്കെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കരയാൻ പെമ്പിള്ളേരെ ഉണ്ടാവുള്ളൂ എന്ന്. അത് സത്യം തോന്നുന്നു കേട്ടോ. എന്നെ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഹേസും അവിടുന്ന് പേരും കരച്ചിൽ, തുമ്പി അപ്പുറത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ചെക്കൻ നിൽക്കണ നോക്കിയാൽ കള്ളൻ. പക്ഷെ ആ സമയത്തുണ്ടല്ലോ എൻ്റെ മനസ്സിലൊരു 1000 ക്വസ്റ്റ്യൻസാണ് പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് എന്താ മോനെ പെട്ടെന്ന് NICU-ൽ കൊണ്ടുപോയത്. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് കണ്ടതാണ് ബേബി ഓക്കെയാണ്, കരയുന്നുണ്ട്, എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എന്താ പെട്ടെന്ന് പറ്റിയെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, എന്തിനാണ് NICU-ൽ കൊണ്ടുപോയത്. അപ്പം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരുന്നു, ബേബീനെ കൊണ്ടുപോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി എന്തായാലും ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ ബേബീനെ NICU-ലാണല്ലോ കൊണ്ടുപോവുക. സോ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. തുമ്പമ്മ കുറേ നേരം കരഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ടെൻഷൻ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, അമ്മേനെ എന്തിനാ അങ്ങനെ കൊണ്ടുപോയി, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന്. പക്ഷേ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അന്നത്തെ ദിവസം നല്ലോണം ടെൻഷൻ അനുഭവിച്ചു. ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് ഒറ്റയ്ക്ക് അനുഭവിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. ലൈക്ക് ആദ്യമായിട്ട് വൈശാട്ടൻ എൻ്റെ അടുത്ത് ഡെലിവറിക്ക് നിന്ന ഒരു ഇതാണ്. പക്ഷെ അതിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പോലും ഏട്ടനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആ NICU-ന്ന് ഏട്ടനടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഏട്ടൻ എന്നോട് പറയണത് ഞാൻ എല്ലാം ഓക്കെ ആയി, ബേബി ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ്റെ അടുത്ത് പറയണത്. ഈ NICU-ന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്ന മനുഷ്യൻ നെഞ്ഞത്ത് വലിയൊരു ഭാരം കയറ്റി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അത് കണ്ടു നിന്നവരെല്ലാവരും എന്താ പറയുക, എല്ലാവരുടെ അടുത്തും ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സമാധാനിപ്പിച്ചു. ഒരാളുടെ അടുത്തും ഏട്ടന് അവിടെ നിന്ന് എന്താ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ടെൻഷൻ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏട്ടൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് ഇപ്പം അത്യാവശ്യം കുറച്ചൊരു എത്ര ദിവസമായി, നാളത്തേക്ക് 5-ാമത്തെ ദിവസമാണ്. അപ്പം ആ ദിവസങ്ങൾ മൊത്തം മൂപ്പരൊറ്റയ്ക്ക് അത് അനുഭവിച്ചിട്ട് പിന്നെയാണ് എൻ്റെ അടുത്ത് പറയണത്. കാരണം ഞാൻ ICU-ലാണ് ഓൾറെഡി. ഞാനൊന്ന് ഓക്കെ ആവാതെ എൻ്റെ അടുത്ത് ഒന്നും പറയാനും പറ്റില്ല. പിന്നെ ഇത് നോക്കണം, ഇപ്പോൾ ഇത് പറയണമെങ്കിൽ അച്ഛൻ, അമ്മ, റീനമ്മ, ഉണ്ണീച്ചൻ ഇവരുടെ അടുത്ത് ആരടുത്ത് പറഞ്ഞാലും എല്ലാവർക്കും പാനിക്കാവണ്ട, ടെൻഷൻ ഉണ്ടാച്ചിട്ടല്ലേ ഒറ്റയ്ക്ക് അനുഭവിച്ചു. അതാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഏട്ടൻ വാവേനെ റിസീവ് ചെയ്യണ കാണാൻ അത്രയും ആഗ്രഹിച്ച് നിന്ന ഒരാളാണ് ഞാൻ, മക്കൾ കാണുന്നത് കാണാൻ. പക്ഷെ ഒന്നും പറ്റിയില്ല. ബട്ട് ഇപ്പോൾ ബേബി ഓക്കെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം ടെൻഷൻ അടിക്കേണ്ടി വന്നാലും ബേബി ഓക്കെയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് താങ്ക്സ്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോഴും ഡിസ്ചാർജ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.